ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പുതിയൊരു ജോബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങൾക്കൊരു ബി സ്കൂളിൽ കയറി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സാധനം. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ എന്താണെന്ന് അറിയാത്ത വേറൊരു പ്രൊഫൈലാണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ബൈശാഖുമായിട്ട് എന്താണ് കൺസൾട്ടിങ് എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കൺസൾട്ടിങ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാം. സോ ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഇൻഡെപ്ത് എന്താണ് ഈ റോൾ, എന്താണ് ഒരാൾ ചെയ്യുന്നതെന്നൊക്കെ കംപ്ലീറ്റ്ലി അറിയാമെന്നുള്ളതല്ല. പക്ഷേ നിങ്ങളൊരു ബി സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് MBAക്ക് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങളൊരു ബിടെക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ യു ഹാവ് എൻ ഐഡിയ ദാറ്റ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ജോബ് കിട്ടാന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ജോബ്സ് കിട്ടുമെന്ന്. പക്ഷേ MBA എന്ന് പറയുമ്പോഴത്തേക്കും MBA ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു വലിയൊരു കടലാണ്. അപ്പോൾ അതിനകത്ത് പല എലമെൻറ്റ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പോകാം, ഓപ്പറേഷൻസ് പോകാം, ഒരുപാട് ഡൊമൈൻസിലോട്ട് ഉള്ളൊരു എൻട്രി പോയിന്റാണ് MBA. അപ്പോൾ നിങ്ങൾ വെറുതെ പോയിരുന്നിട്ട് എനിക്കൊരു IIMൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു MDA ഗുർഗാവിന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ പോയിട്ട് പറയാൻ പറ്റില്ല. യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ക്ലാരിറ്റി റിഗാർഡിങ് എന്ത് റോളാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ വേണം. സോ ദാറ്റ് വെൻ ദേ ആർ ആസ്കിങ് യു വൈ ഡു യു വാണ്ട് ടു ജോയിൻ അവർ ബി സ്കൂൾ, യു ക്യാൻ സേ ദാറ്റ് നിങ്ങൾക്ക് ബി സ്കൂളിൻ്റെ കുറച്ച് ഇത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് IIM അഹമ്മദാബാദിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു അലുമിനി ലെഗസി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തായിട്ട് ഇറങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണം. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ നിന്നുള്ളത് ദീപയാണ്. സോ ദീപയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദീപ IIM ഇൻഡോറിൽ എൻ്റെ ഒരു വർഷം സീനിയർ ആയിരുന്നു. സോ തൊട്ട് മുന്നേ വീഡിയോ ചെയ്ത ബൈശാഖ് ആൻഡ് ദീപ ഇവർ രണ്ടുപേരും NIT കാലിക്കറ്റിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ ഫാദർ NIT കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ഫാദറിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു ബൈശാഖും ദീപയും. ആൻഡ് എനിക്ക് IIM ഇൻഡോറിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് IIM ഇൻഡോറിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദീപയുടെ കോൺടാക്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ ദീപ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന, സോ ദീപ ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വൈ? ബിക്കോസ് ദീപ ഇതിന് മുന്നേ വർക്ക് ചെയ്ത കൺസൾട്ടിങ്ങിലാണ്, ഇപ്പം വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിലാണ്. സോ ദീപയ്ക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റും എന്താണ് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് ഓൾസോ ഒരു കൺസൾട്ടൻ്റെ ജീവിതവും പ്രൊഡക്റ്റ് മാനേജറിൻ്റെ ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളതും ദീപയ്ക്ക് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ദീപ, എനിക്ക് നമ്മളുടെ ഓഡിയൻസിന് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം ശരിക്കും എന്താണ് ഈ ഒരു പ്രൊഫൈൽ എന്നുള്ള ഒരു സർഫസ് ലെവലിൽ അറിഞ്ഞാൽ മതി. ഒരു സാധാരണക്കാരൻ, ഒന്നും അറിയാത്ത ഒരാൾക്കും എന്താണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? സോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് IT പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം അതിനെപ്പറ്റി ആണ് സംസാരിക്കുക. ബട്ട് പ്രോഡക്റ്റ് ഏതായാലും പ്രോഡക്റ്റ് മാനേജ്മെന്റ് മോറോല സെയിം തന്നെ. എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാവാം? അതായത് ഇപ്പം ഉദാഹരണത്തിന് ഒരു വേസ്റ്റ് ബക്കറ്റ് ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു സ്പീക്കർ പ്രോഡക്റ്റ് ആണ്, ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണ്. വാട്സാപ്പ് അല്ലെങ്കിൽ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന എന്ത് സാധനം എടുത്താലും അതൊരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് IT പ്രോഡക്റ്റിലാണ്. സോ അതിനെപ്പറ്റി ഞാൻ പറയാം. ഇപ്പോൾ പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാനേജർ ഒരു സെൻട്രൽ പോയിന്റ് പോലെയാണ്. അതായത് എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും അതിനൊരു എൻഡ് യൂസർ ഉണ്ടാവുമല്ലോ. നമ്മൾ ആർക്കോ വേണ്ടിയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ്. അത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. അതല്ലാണ്ട് നമ്മളുടെ കമ്പനിയിൽ കുറേ ലൈക്ക് ഹയർ മാനേജ്മെൻറ്റ് ഉണ്ടാവും. ദാറ്റ്സ് അനദർ ലെവൽ ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. പിന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളത് ഡെവലപ്പേഴ്സ്, ടെസ്റ്റേഴ്സ്, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ഇത്രയും പേര് അടങ്ങിയിട്ടാണ് ലൈക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാനേജറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരാളാണ് പ്രോഡക്റ്റ് മാനേജർ. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ എന്താണ് ഒരു ഗ്യാപ്പ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അപ്പർ മാനേജ്മെൻറ്റിനെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഡെവലപ്പേഴ്സിനും ടെസ്റ്റേഴ്സിനും മനസ്സിലാവുന്ന ഭാഷയിൽ ആ റിക്വയർമെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. So that they can develop a feature അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് and they can bring it to the market. അങ്ങനെ എന്താ പറയുക, അതാണ് ഒരു ഓവറോൾ ഐഡിയ പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുമ്പോൾ. മനസ്സിലായി. ഇതേ സാധനം ഈ നമ്മളുടെ പൊട്ടൻഷ്യലി ഓഡിയൻസ് ഉപയോഗിക്കുന്ന, ഡെയിലി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്നൊരു ഫീച്ചറാണല്ലോ പേയ്മെൻറ്റ്. അതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോബ്ലി ഇപ്പോൾ ആൾക്കാർ UPI ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ എന്താ ഒരു പ്രോഡക്റ്റ് മാനേജർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവാം വാട്സാപ്പിൽ ആ ഒരു ഫീച്ചറിൻ്റെ കുറവുണ്ട്. ആൻഡ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ പ്രോബ്ലി അവരുടെ റവന്യൂ കൂടും. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ടാവും അവർ. അപ്പോൾ അവർ ആ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി
അത് അപ്പർ മാനേജ്മെൻറ്റിനെ കൺവിൻസ് ചെയ്യിക്കും. ലൈക്ക് ഇഫ് വി ആർ ഡെലിവറിങ് ദിസ് ടു ദ മാർക്കറ്റ്, നമുക്ക് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉണ്ട്, മാർക്കറ്റ് പൊട്ടൻഷ്യൽ പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. പിന്നെ അത് ഡെവലപ്പേഴ്സിനെ ടെസ്റ്റേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് വരുമ്പം എന്താ പറയുക, ഡെവലപ്പേഴ്സ് ടെസ്റ്റേഴ്സിന് ഇത് എന്തിനാണെന്നുള്ളത് അവർ ഒരിക്കലും ആലോചിക്കില്ല. അവർ ഫുള്ളി ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുന്ന ആളായിരിക്കും. അപ്പം നമ്മൾ അവർക്ക് ഫുൾ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കൊടുക്കണം. അതായത് ഈ സാധനം വന്നാൽ ഈ ആൾക്കാരായിരിക്കും അത് യൂസ് ചെയ്യുക, അതുകൊണ്ട് അവർക്ക് ഇതായിരിക്കും ഗുണം ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ബീറ്റ ടെസ്റ്റ് പോലെ കുറച്ച് പേർക്ക് അത് ഓപ്പൺ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് മെട്രിക്സ് ഡിഫൈൻ ചെയ്യും. അതായത് ഇപ്പം ഇത്ര പേര് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ കൺസിഡർ ദിസ് ഫീച്ചർ ടു ബി എ സക്സസ്. അങ്ങനെ വരുമ്പോൾ അത് ജനറൽ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സും മാനേജ് ചെയ്യുന്ന ഒരാളാണ് പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രോഡക്റ്റ് മാനേജർ ഫുൾ പ്രോഡക്റ്റ് മാനേജ് ചെയ്യണമെന്നില്ല. ഇപ്പം ചില സ്റ്റാർട്ടപ്പിലൊക്കെ ആണെങ്കിൽ പ്രോബ്ലി ആ എൻ്റയർ പ്രോഡക്റ്റിൻ്റെ അത് പ്രോഡക്റ്റ് മാനേജർ ആയിരിക്കും ചെയ്യാം. പക്ഷെ ചില കേസിൽ ഓരോരോ മോഡ്യൂൾ ഓരോരോ ഫീച്ചർ ആയിരിക്കും ഓരോ പ്രോഡക്റ്റ് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായി. പ്രൊഡക്റ്റ് മാനേജറിനെ CEO ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു CEO ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള കാര്യം? പൊതുവെ CEOകൾക്ക് ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം ഒരു വ്യൂ ഉണ്ടാവുമെന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് മാനേജറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻക്യുബേഷൻ തൊട്ട് അതിനെ മാർക്കറ്റിൽ എത്തിച്ച് അത് പോപ്പുലറൈസ് ചെയ്യുന്ന വരെ ഒരു പ്രോഡക്റ്റ് മാനേജർ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു പ്രോഡക്റ്റിൻ്റെ CEO ആണ് പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്, വെറുതെ കൊടുക്കുന്നൊരു ഇതെല്ലാം അങ്ങനെ പറയാം. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഒരു ഐഡിയൽ സ്കിൽ സെറ്റ്സ് പ്രൊഡക്റ്റ് മാനേജറിന് വേണ്ട സ്കിൽ സെറ്റ്സ് പറയുമ്പോൾ? കാരണം ഇപ്പം എൻ്റെ ഓഡിയൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം Tier 2, Tier 3 എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും, BCom കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, BBA കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയുള്ള ആ ഒരു ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇതിൽ ആർക്കൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് സ്യൂട്ടഡ് ആവുക? ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടാവും. ഞാൻ ഇപ്പം ഞാൻ കൺസൾട്ടിങ്ങിൽ നിന്ന് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിലോട്ട് മാറിയ ആളാണല്ലോ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു ചേഞ്ച് നടത്താൻ കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ കോളേജിൽ നിന്ന് ഡയറക്റ്റ്ലി കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി. അവർ വർക്ക് എക്സ്പീരിയൻസ് നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല. പലപ്പോഴും നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ കുറച്ച് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആസ് ഇൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കുമായിരിക്കും, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ഏതൊക്കെ മെട്രിക്സ് ആണ് ഈ പ്രോഡക്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മൾ എങ്ങനെ അതിൻ്റെ സക്സസ് ഡിഫൈൻ ചെയ്യണേ, ആരാണ് ഇതിൻ്റെ എൻഡ് യൂസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ കോളേജിൽ നിന്നുള്ള ഷോർട്ട് ലിസ്റ്റിങ്ങും ഇതൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അതൊരു പ്രൊഫൈൽ വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഈ IT പ്രോഡക്റ്റ് മാനേജ്മെന്റ് ബ്രാൻഡ് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല? ഉണ്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ദീപയോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ ബൈശാഖുമായിട്ട് വീഡിയോ ചെയ്തിട്ട് എന്താണ് കൺസൾട്ടിംഗ് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി കൺസൾട്ടൻറ്റിൻ്റെ ലൈഫിനെ കുറിച്ചും ബൈശാഖ പറഞ്ഞിരുന്നു. ഇനി കൺസൾട്ടിങ്ങിൽ നിന്ന് പ്രൊഡക്റ്റ് മാനേജറിലോട്ട് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ലൈഫ് ഓഫ് എ പ്രൊഡക്റ്റ് മാനേജർ എങ്ങനെയാണ്? ഐ മീൻ കൺസൾട്ടിങ്ങിനേക്കാളും എളുപ്പമാണോ അതോ കൂടുതൽ ബുദ്ധിമുട്ടാണോ? ഇല്ല, രണ്ട് സെപ്പറേറ്റ് ഡൊമൈനാണ്. ഇപ്പം കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാണല്ലോ. അവരുടെ കമ്പനീനെ കുറിച്ച് പഠിച്ച് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി സോൾവ് ചെയ്യാണ്. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് നമ്മൾ അവർക്കൊരു സാധനമല്ല കൊടുക്കുന്നത്, നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. അതായത് ഇംപ്ലിമെന്റേഷൻ നമ്മൾ നോക്കണ്ട. ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ലൈക്ക് എന്താ പറയുക, നമുക്കൊരു ടാഞ്ചിബിൾ പ്രോഡക്റ്റ് ഇല്ല അവിടെ. ഓക്കെ, പക്ഷെ നമ്മൾ അവരുടെ അതും നമ്മളൊരു എക്സ്റ്റേണൽ ആളായിട്ട് ചെന്ന് എക്സ്റ്റേണൽ വ്യൂവിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കാൻ. പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയല്ലല്ലോ. നമ്മളായിട്ട് മാർക്കറ്റ് പഠിച്ച് അതിൻ്റെ എന്താ പറയുക ഗ്യാപ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കി നമുക്കൊരു ഫുൾ കൺട്രോൾ ഉണ്ട് ആ പ്രോഡക്റ്റിന്. കാരണം അത് നമ്മുടെ സാധനമാണ്. മറ്റേതെപ്പോഴും നമ്മൾ പുറത്തുനിന്നുള്ള ആളായിട്ട് പോയി നിന്ന് പഠിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ്. ട്രാവലിംഗ് ഒരുപാട് വേണോ അതോ നൈറ്റ് ഈ പറയുന്ന അമേരിക്കൻ ഷിഫ്റ്റിൽ രാത്രി വർക്ക് ചെയ്യേണ്ട ആവശ്യം കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ US ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മുമ്പേ വർക്ക് ചെയ്ത കൺസൾട്ടിങ്, ഇപ്പോൾ ബൈശാഖ് പറഞ്ഞ പോലെ ഞാനും PwCയുടെ US ഇതായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു എന്താ പറയുക ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെയാണ് കൺസൾട്ടിങ് PwC US വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
അവർ ഉറങ്ങാറാകുമ്പോൾ അവരുടെ വർക്ക് നമുക്ക് തരുന്നു, നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഡേ കഴിയുമ്പോൾ കൊടുക്കുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൾസ് ഉണ്ടാവും, ലൈക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. പിന്നെ ചിലപ്പോൾ ക്ലയൻറ്റ് കോൾസിൽ കയറുമ്പം അവരുടെ ക്ലയൻസ് ആണല്ലോ, US ക്ലയൻസ് ആകുമ്പം ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ രാത്രിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. സെയിം തന്നെയാണ് ഇപ്പം ഞാൻ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിലും, കാരണം എൻ്റെ ക്ലയൻസ് ഞാൻ US ഹെൽത്ത് കെയറിൽ തന്നെയാണ് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിലും. അപ്പോൾ അവിടുത്തെ ക്ലയൻസ് ആയതുകൊണ്ട് ഇതേപോലൊരു എന്താ പറയുക, ആ ഇടയ്ക്കത്തെ ടൈം നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു 8 മണി 9 മണി 10 മണിക്കൊക്കെ ആയിരിക്കും ലോഗ് ഓഫ് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്. പക്ഷെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. ലേറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലേറ്റ് എന്നുള്ളതെന്ന് പറയേണ്ടി വരും. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു 9 മണി 10 മണി വരെ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ട്രാവൽ ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റ് അത്ര വരുന്നില്ല. കൺസൾട്ടിങ് ആകുമ്പോൾ നമുക്ക് ക്ലയന്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ലൊക്കേഷനിൽ പോകണം, അവരെ പറ്റി പഠിക്കണം. ആ ഒരു പ്രശ്നം ഇവിടെ പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ അറ്റ്ലീസ്റ്റ് ഞാൻ. ദീപ ഓഫീസിലാണോ അതോ വർക്ക് ഫ്രം ഹോം ആണോ ചെയ്യുന്നത്? എനിക്ക് ഹൈബ്രിഡ് ആണ്, 2 ദിവസം ഓഫീസിൽ പോകണം. ആഴ്ചയിൽ 2 ദിവസം ഓഫീസിൽ, ബാക്കി ഇത്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ടൈമിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ 11 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി വരെ. ഇത് ദീപയുടെ കമ്പനി സ്പെസിഫിക് ആണോ അതോ മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് മാനേജേഴ്സ് ബാക്കി കമ്പനീസിൽ ഇപ്പോൾ ദീപ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് അങ്ങനെയാണോ? അത് എൻ്റെ കമ്പനി സ്പെസിഫിക് ആവാനാണ് സാധ്യത. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ നല്ലതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, കാരണം നമ്മളായിരിക്കും ഫുള്ളി അതിൻ്റെ ഓണേഴ്സ്. പക്ഷെ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് കുറവായിരിക്കും. നമ്മളതൊരു വലിയൊരു എന്താ പറയുക, മെഷീൻ്റെ ചെറിയ ചെറിയ പാർട്സ് മാത്രമാണ് നമ്മൾ. നമുക്ക് അത്രയും അങ്ങ് സ്ട്രെസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ ആണെങ്കിൽ പക്ഷെ നല്ല എക്സ്പോഷർ ആയിരിക്കും നമുക്ക്, അതേപോലെ തന്നെ സ്ട്രെച്ചും ചെയ്യേണ്ടി വരും. മനസ്സിലായി. എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ആക്ച്വലി ദീപയെ പിടിച്ചിരുത്തിയതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിടാമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ദീപ ബിടെക് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു റോള്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അന്ന് എത്ര ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? അന്ന് ഞാൻ 9 hours വർക്ക് ചെയ്യുന്നുണ്ട്. 9 hours വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓണർഷിപ്പ് കൂടുതലുണ്ട്. അപ്പം ഇത്രയും നമ്മൾ സ്ട്രെസ് എടുക്കുന്നുണ്ട്, ഇത്രയും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്തൊക്കെ ടേംസിൽ റിവാർഡിംഗ് ആണ്? മണി ടേംസിൽ ഒബ്വിയസ്ലി റിവാർഡിംഗ് ആയിരിക്കും, ഭയങ്കര റിവാർഡിംഗ് ആയിരിക്കും അല്ലേ? ബാക്കി എന്തൊക്കെ ടേംസിൽ നമുക്കിത് റിവാർഡിംഗ് ആണെന്ന് പറയാം? കാരണം നമ്മളൊരു എക്സ്ട്രാ പ്രഷർ എടുക്കുന്നുണ്ട്. പല സ്റ്റുഡൻസും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരുപാട് 12 മണിക്കൂർ പണിയെടുക്കുന്നതൊക്കെ ഇതാണോ? ആ ഒരു ചോദ്യം അതും വന്നിട്ടുള്ള ചോദ്യമാണ്, സ്ഥിരം വരാറുള്ള ചോദ്യമാണ്. അങ്ങനെ എന്താ പറയുക, അത് സ്ട്രെസ്സായിട്ട് നമുക്ക് തോന്നില്ല, കാരണം നമുക്ക് ഫുള്ളി കൺട്രോൾ. ഇപ്പോൾ നമ്മൾ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ ഏറ്റവും താഴത്തെ ലെവലിലായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി ടെക്നിക്കലി മാത്രം ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ പണി മാത്രം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഇതുകൊണ്ടാണ് ഈ സാധനം മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്, ഇത്ര ആൾക്കാർ അതിന് പുറകിലുണ്ട്, അവരേക്കുള്ള എക്സ്പെക്റ്റേഷൻസ് ഞാൻ മാനേജ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആണ്, നമുക്ക് ഫുൾ ഇതിൻ്റെ പിക്ചർ കിട്ടുന്നുണ്ട്. മറ്റേതെന്ന് പറയുമ്പം എനിക്ക് എന്നോട് പറയണ പണി ഞാൻ ചെയ്യണു, ഈ ഫീച്ചർ ഡെവലപ്പ്. അതായത് അവിടെ ശരിക്കും ഒരു തൊഴിലാളിയാണ്, ഇവിടെ കുറച്ചുകൂടി ഒരു മുതലാളിയാണോ എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ മറന്നുപോയതാണ്, ഈ ബിടെക് അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട്, ടെക്നിക്കൽ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിൽ സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു എത്രത്തോളം അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്? ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ കുറേ പേരെ അറിയാം സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റിൽ എത്തിയത്. അപ്പോൾ ബേസിക്കലി നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള അത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ നമ്മുടെ പ്രൊഫൈൽ നല്ല സ്ട്രോങ് ആണെങ്കിൽ, അതായത് എന്താണ് ഈ പ്രൊഫൈൽ സ്ട്രോങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പല ക്ലബ് എനിക്കറിയാമല്ലോ, IIM ഇൻഡോറിൽ തന്നെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസ്യൂമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടിയാൽ പിന്നെ അത് നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവമാണ്. അല്ലാണ്ട് അതിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരുന്നില്ല. പിന്നെ ചില പ്രോഡക്റ്റ്സ് ഉണ്ടാവും ഭയങ്കര ടെക്നിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ള, അത് പിന്നെ അവർ പ്രത്യേകം ക്രൈറ്റീരിയ വെക്കും, ലൈക്ക് ഇങ്ങനെ ടെക്നിക്കലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് വേണ്ടതെന്നുള്ളത്. അത് പക്ഷേ ഇപ്പോൾ 10 എടുത്താൽ 2 ആയിരിക്കും. അപ്പോൾ 8 ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഓപ്പൺ ആണല്ലോ. മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് ഈ പറയുന്ന ഒരു ഡൊമൈനിൽ എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ബൈശാഖിനോട് ചോദിച്ച പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന ആസ്പിറൻസ് ഉണ്ട്, ബി സ്കൂളിന് വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് കാറ്റ് അത്ര നല്ല രീതിയിൽ പോയിട്ടില്ല, അവർ സാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ക്ലോസിംഗ് റിമാർക്കിൽ എന്താണ് പറയാനുള്ളത്?
വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ക്യാറ്റ് മാത്രമല്ല, പല കോമ്പറ്റേറ്റീവ് എക്സാംസും ഉണ്ട്. IIMs മാത്രമല്ല നല്ല MBA സ്കൂൾസ് ഉള്ളത്. ഇപ്പോൾ SP Jain ഉണ്ട്, XLRI ഉണ്ട്, പിന്നെ TIS, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവരുടെയൊക്കെ ഈക്വലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള MBAs ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ എക്സാം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ലൈക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പം സർപ്രൈസ്ഡ് ആവും. കാരണം നമ്മളെങ്ങനെ എഴുതിയോ അതേ എക്സാമാണ് ബാക്കിയുള്ളവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്. പിന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ 10th സ്കോർ, 12th സ്കോർ, പിന്നെ ചില കോളേജസിൽ ഫീമെയിൽ ആണെങ്കിൽ റിസർവേഷൻ, ജെൻഡർ ഡൈവേഴ്സിറ്റി ഫാക്ടർ, അങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമുക്കറിയാവുന്നത്. അപ്പം ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുക, ബാക്കി എക്സാംസ് അറ്റൻഡ് ചെയ്യുക, എല്ലാ കോളേജസിനും ഓപ്പൺ ആക്കി വെക്കുക, ഒരു എക്സാമും വിടാണ്ടിരിക്കുക, പിന്നെ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അത്രേ പറയാനുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ഇനി ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ, സോ ദീപ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിടിച്ചു വലിച്ചിരുത്തിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് റോള് ബി സ്കൂളിൽ നിന്ന് വേണമെന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റ് മാനേജർ ആണെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അറ്റ്ലീസ്റ്റ് ഈ ഒരു വാട്സാപ്പിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതുകൊണ്ടാണ് എനിക്ക് പ്രൊഡക്റ്റ് മാനേജർ ആവുക എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സ്പെയറിങ് ടൈം വിത്ത് us. Definitely this will be very useful for our audience. And thank you so much for watching my videos. I'll be again coming up with more interesting videos. Do subscribe to the channel. Thank you so much. Bye bye.